എൻ്റെ പേര് ബ്രൈറ്റോ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, നിർമ്മലപുരം ഇടവക. ഞാൻ ആദ്യം ഇവിടെ വരാനായിട്ട് കാരണം ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവിനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നീ ജോലിക്ക് പോകും, പക്ഷെ തീർച്ചയായിട്ടും ഇവിടുത്തെ മുന്നിലെ ബിൽഡിങ്ങിൻ്റെ പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നിൽ നിന്ന് മാതാവിൻ്റെ സ്വരം കേട്ടു. അത് കഴിഞ്ഞ് പിന്നീട് കൺഫേമായി ഇവിടെ ആയിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവ് എന്നെ വിളിച്ചിട്ട് എന്നെ ഇവിടെ വന്ന് അപ്പോൾ ആൻറ്റിമാരൊക്കെ പറയുന്നത് അവൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്താണ് ചെയ്തത്. മാതാവാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടെ ആദ്യമായിട്ട് വരാനായിട്ട്. പിന്നീട് ഞാൻ മാതാവിലൂടെ ഞാൻ ഇതെടുത്ത് ഉടമ്പെടുക്കുകയാണ് ചെയ്തത്. മാതാവ് എന്നെ ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റി. മാതാവിനും പരിശുദ്ധ സുതനും ഒരുപാട് നന്ദി. ഞാനിവിടെ വന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ഒരു വിസ ലഭിച്ചു. അതിനുശേഷം പിന്നീട് വീട്ടിലൊത്തിരി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ മില്ലൊക്കെ തുടങ്ങി ഒത്തിരി ലക്ഷങ്ങൾ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അച്ഛൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛൻ്റെ ടോക്ക് നിരന്തരം കാണുമായിരുന്നു. മുട്ടയിൽ നിന്നിട്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ ഫ്ലവർ മില്ലിൻ്റെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചൊവ്വാഴ്ചത്തെ ആ ധ്യാനത്തിൽ. അങ്ങനെ എനിക്ക് ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഇത് പുതുക്കണ സമയത്ത് എനിക്ക് ഗൾഫിലോട്ട് വിസ വന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയി. ഒരു 10 പൈസ ചിലവില്ലാണ്ടാണ് ഞാൻ പോയത്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ അന്ന് യുദ്ധം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും വിസയൊക്കെ കട്ടാക്കി വിസയും അതുപോലെ ടിക്കറ്റൊക്കെ കട്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ആ ധ്യാനം ഞാൻ കേട്ടിട്ട് അവിടെ അച്ഛൻ തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് ടിക്കറ്റും കൊണ്ട് ഞാൻ ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ടിക്കറ്റ് എനിക്ക് മിസ്സാകല്ലേ എല്ലാവരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ച് എനിക്ക് ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്നു. ഞാനിന്ന് നാളെ കാലത്ത് പുലർച്ചെ പോവുകയാണ് ഫ്ലൈറ്റ് ഖത്തറിലോട്ട്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അച്ഛനോട് ഈശോയോടെ എങ്ങനെ പെരുമാറണം, ഈശോയോടെ എങ്ങനെ ആത്മീയ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പെരുമാറിപ്പോകണം, നിയോഗങ്ങളെക്കാളും ഉപരി ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും അതുപോലെ സഹനങ്ങൾ ഒരുപാട് സഹിക്കാനും ഒക്കെ അച്ഛനോട് ടോക്കളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഇവിടെ അച്ഛൻ തരുന്ന ഓരോ ഈ പത്രങ്ങളൊക്കെ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ ഉപ്പൊക്കെ അവിടെ തളർന്ന് കിടക്കുന്ന തളർവാദ രോഗികളുടെ അടുത്ത് ചെന്ന് കൊടുക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഈശോയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ ഖത്തറിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകണ ദൂരമുണ്ട് പള്ളിയിലോട്ട് പോകാൻ. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വാഹന സൗകര്യം വേണമെന്നുണ്ട്. വാഹന സൗകര്യം അറേഞ്ച് തരാറുണ്ട്. അങ്ങനെ ഒരു 10-15 പേരെ ഞാൻ പള്ളിയിലോട്ട് കൊണ്ടുപോകും ദോഹയിലേക്ക്. എല്ലാ ക്രിസ്ത്യൻസിനെയും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. മെസ്സുകളിലൊക്കെ ഇതിൽ കൊന്നിട്ട ആൾക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് പറയും, ഈശോയുടെ അടുക്കാനായിട്ടൊക്കെ പറയാറുണ്ട്. എനിക്കും പിന്നെ ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അനുദിന ജീവിതത്തിൽ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുംസാരം, കൊന്ത ഇതെല്ലാം ഞാൻ അനുവർത്തിക്കാറുണ്ട്. പല സമയത്തും നിയോഗത്താലുപരി ഈശോയിലൂടെ ആ സഹനങ്ങളും വരുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ സഹിക്കാനൊക്കെ അച്ഛൻ്റെ ഓരോ മാർഗത്തിലൂടെ ഈശോയുടെ പെർമനൻ്റായിട്ട് ഈശോയായിട്ട് അടുക്കാനും ഈശോയുടെ മൈനസ് എന്താണെന്നൊക്കെ പറയാറുണ്ട് അച്ഛൻ. അതൊക്കെ ഞാൻ കേട്ടിരുന്നിട്ട് ഈശോയിലേക്ക് അടുക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. സങ്കീർത്തനം 66, 9, 10 വചനങ്ങളാണ്. ദൈവം തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുകയും പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. വെള്ളി തീയിൽ വെച്ചാൽ അതിലെ അശുദ്ധികൾ നീങ്ങുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമെല്ലാം ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവം നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഉടമ്പടിയിൽ നാം ഓരോരുത്തരും
ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതം ഒരാത്മീയ ജീവിത പദ്ധതിയാണ്, ആത്മസമർപ്പണമാണ്. ഉടൻ പ്രശ്നങ്ങൾ മാറണമെന്നില്ല, പക്ഷെങ്കിൽ നമ്മെ വിശ്വാസത്തിൽ വളരാനാണ് ഓരോ പരീക്ഷണങ്ങളും അനുവദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ബ്രൈറ്റോ ജോർജ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സങ്കീർത്തനം 66:10 പറയുന്ന പോലെ, വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിച്ചു എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മയും വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് ശുദ്ധീകരിച്ച് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അവിടെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കാലിടറാൻ അനുവദിക്കില്ല, സമ്മതിക്കുകയില്ല. കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മളെ കരം പിടിച്ച് ആ ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്നത്, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് നമ്മുടെ കരങ്ങളും ഈശോയിലും അമ്മയിലും ചേർത്ത് പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയുടെ മുന്നോട്ട് നയിക്കാം. കഷ്ടതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കാൽ വഴുതാൻ അനുവദിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ശരിയായ സമയത്ത് രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. രോഗങ്ങളാവാം, കുടുംബ ബുദ്ധിമുട്ടുകളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടും. ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നത് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ചിലപ്പോൾ പരീക്ഷിച്ച് ശുദ്ധീകരിച്ച് ഉയർത്താൻ നമ്മെ തയ്യാറാക്കുന്ന ഒരു ദൈവം. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുവാനുള്ള ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബ്രൈറ്റോ ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.